അശോകനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടനാണ് സിനിമയിലേക്ക് വരാൻ നിമിത്തമായതെന്ന്. പരസ്യം കണ്ടിട്ട് ചേട്ടൻ ഇങ്ങനെ അയച്ചു. ഈ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആയിരുന്നു. ഞങ്ങളുടെ അച്ഛന് വരെ ഒരു ദിവസം 3 സിനിമയൊക്കെ അച്ഛൻ കാണുമായിരുന്നു. ശരിക്കും ആ പരസ്യം എനിക്ക് എന്തോ മനസ്സിൽ അങ്ങനെ ഒന്ന് പോയി. ഈ അശോകനെ കൊണ്ട് എന്തുകൊണ്ട് അത് ചെയ്യിച്ചുകൂടാ, അപ്ലൈ ചെയ്തുകൂടാ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഈ നന്നായിട്ട് പാടുന്ന ഒരാൾ ശരിക്കും അവർക്കൊരു താളം ഉണ്ടാവും. ആ താളം ഉണ്ടെങ്കിൽ ഒരു അഭിനയം അതിൻ്റെ കൂടെ വരാം. അങ്ങനൊരു തോന്നലായിരിക്കാം എനിക്ക്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു നിമിത്തമുണ്ട്. മിക്ക ആൾക്കാരുടെ കലാകാരന്മാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പ്രേരക ശക്തിയായിട്ട് വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടാവും. ഇവിടെ ചേട്ടനാണത്. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി. അതെ, അത് അശോകനായിട്ടാണ് ഞാൻ എഴുതുന്നത്. ഞാനായിട്ട് എഴുതുകയാണ്. ആണോ? പക്ഷെ അവൻ അറിയുന്നില്ല, അശോകൻ അറിയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത് മറുപടി വരുമ്പോഴാണ് ശരിക്കും സീരിയസ് ആയത്. മറുപടി എന്ന് പറയുന്നത് പിന്നെ നിർമ്മാതാവിൻ്റെ കത്താണ്. പ്രേംപ്രകാശികനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് വരുന്നത് നിങ്ങളുടെ കത്തും ഫോട്ടോയും കിട്ടി, അത് പിന്നെ നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഹോട്ടൽ നികുഞ്ചം വഴുതക്കാട്. ഇപ്പം അത് നികുഞ്ചിപ്പില്ല. അന്ന് കലാകാരന്മാരുടെ കേന്ദ്രം. അപ്പോൾ ഇത് കത്ത് കിട്ടിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസറുടെ കത്ത് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് ഈ കത്ത് കിട്ടി. അപ്പം എപ്പോഴും നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ രൂപം വെച്ച് എനിക്ക് എങ്ങനെ കിട്ടാനാണ്? സിനിമയല്ലേ, ഒരിക്കലും കിട്ടത്തില്ല. അത് ചോദിക്കട്ടെ, പിന്നെ ആദ്യം പറഞ്ഞു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ തടി ഉണ്ടായിരുന്നു. പിന്നെ ഈ സമയപ്പോഴേക്കും എങ്ങനെ ഈ തടി കുറഞ്ഞില്ല? ഇത് തടി ഉണ്ടായിരുന്നത് പിന്നെ അത് ഒരു 9ാം ക്ലാസ് വരെയാണ് ഈ പറഞ്ഞത്. ഇത് 6ാം ക്ലാസ് 5ാം ക്ലാസ് കാലഘട്ടങ്ങളിലൊക്കെ നല്ല തടിയായിരുന്നു. ശരി ശരി. പിന്നെ ഈ റൊമാറ്റിക് ആർത്രൈറ്റിസ് മുതൽ അസുഖം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഇഞ്ചക്ഷനും എല്ലാ മാസവും ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്തു തുടങ്ങിയതോടെ ആള് ശരീരം അങ്ങ് സൂക്ഷിച്ചു. പെൻസിലിനല്ലേ? അപ്പോൾ ഇത് അല്ലാതെ വളരെ ടയർഡാക്കുന്ന 18 വർഷം ഇഞ്ചക്ഷൻ എടുത്തു. അല്ല 5 അല്ല, അപ്പോൾ അതൊരു പക്ഷേ അതൊരു നിമിത്തമായി ഉണ്ടാവും. ഈ മെലിയാനായിട്ട് ദൈവം അങ്ങനെ അതുകൊണ്ട് ആ മെലിഞ്ഞ ശരിക്കും അതൊരു വലിയ കാര്യം. അല്ല, എനിക്കൊക്കെ സംശയം ഇതെങ്ങനെ സിനിമ എന്ന് പറയാം. എൻ്റെയൊക്കെ മനസ്സിലുള്ള ധാരണ വേറെയാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്ലാമറ സംഭവങ്ങളും ഇത് എങ്ങനെ ഞാൻ സ്യൂട്ടാവും എന്നൊക്കെ ശരിയാവുമോ എന്നൊക്കെയുള്ള ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഇതാണ് സംഭവം. ഇതുകൊണ്ടാണ് എടുക്കാനുള്ള ഒരു കാര്യം പ്രധാനമായിട്ട്. അന്ന് കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് കൂടെ എൻ്റെ ക്ലാസ്മേറ്റ് ഒരാളുണ്ട്, ചന്ദ്രൻ. ഫാമിലി ഫ്രണ്ട്സാണ് പുള്ളി. പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പോൾ ഫോട്ടോസ് വേണമെന്ന് പറയും, വേറെ കുറേ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ചന്ദ്രനെ വിളിച്ചു വരുത്തി ചന്ദ്രനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യം ഇൻ്റർവ്യൂവിന് പോകുന്നത്. അതെ, എന്തായാലും ചന്ദ്രൻ ആ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടെ ഉണ്ട്, അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെ ആളിനെ ആവശ്യമുണ്ട്, ആക്ടേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുള്ള ഇത് കിട്ടിയപ്പം പിന്നെ ഞാനുമായിട്ട് എൻ്റെ മൂത്ത പ്രസന്നകുമാർ അനിയൻ കുഞ്ഞെന്ന് പറയും, പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന പോലെ ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് പിന്നെ ഒന്ന് ഫോർവേഡ് ചെയ്താലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പഴയ ക്ലിക്ക് 3 ക്യാമറ ഉണ്ട്, അതുമായിട്ട് കൈലാസ് എന്നാണ് അശോകൻ്റെ വീട്ടുപേര്. അവിടെ ചെല്ലുന്നു, കുറേ സ്റ്റിൽസ് എടുക്കുന്നു, ഇത് അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങളായി, പിന്നെ അത് കഴിഞ്ഞ് സീരിയലായി. പിന്നെ എൻ്റെ ടച്ച് പോയെന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഗൾഫ് ജോലിയൊക്കെ ആയിട്ട് ഞാനങ്ങ് പോയി. പിന്നെ ലീവിന് വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്വന്തം സഹോദരങ്ങളെ പോലെ ഇങ്ങനെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇവിടെ വെച്ച് കാണും. നിമിത്തമായ ചേട്ടനെ പോലെ നിമിത്തമായ മറ്റൊരാൾ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അശ്വനോട് ആദ്യം പപ്പേട്ടൻ എന്താണ് ചോദിച്ചത്? ആദ്യം ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 350 കുട്ടികൾ ചെറുപ്പക്കാർ പിള്ളേരിരിക്കുക, നല്ല സുന്ദരന്മാർ തുടുത്ത്. ഞാനെപ്പോഴും എൻ്റെ പകുതി ഇതും പോയി, അതുകൂടി തകർന്നു പോയി. ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരുടെ രണ്ടുപേരൊക്കെ പറഞ്ഞു നമുക്കങ്ങ് പോയാലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ പറഞ്ഞ നമ്മുടെ ചന്ദ്രചേട്ടൻ പറഞ്ഞു അത് കുഴപ്പമിരിക്കുക, നോക്കാം, കുറച്ചുകൂടി നോക്കാം. ഞാനങ്ങ് ഇരുന്നു. ഒരുപാട് പേരെ ഇൻ്റർവ്യൂ വിളിച്ചു. അവസാനം 1-2 പേരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. എന്തിന് പഠിക്കുന്നു? ഞാൻ പറഞ്ഞ പ്രീ ഡിഗ്രിക്കാണ്. എവിടെയാണ്? സിനിമയിൽ അഭിനയിക്കണമെന്നതോ ഒരു താല്പര്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ താല്പര്യം അതുപോലെ സിനിമയൊക്കെ കാണുകയൊക്കെ ചെയ്യും, എല്ലാ സിനിമ കാണാൻ ഇൻട്രസ്റ്റാണ്. പിന്നെ പാട്ടിനോടൊരു താല്പര്യമുണ്ട്, ചെറിയ പാട്ടുകാരനായതുകൊണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നതാണ്. അങ്ങനെ പറഞ്ഞു. അവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേന്ന് പറഞ്ഞു, ഷർട്ടൊന്ന് എഴുതിയെന്ന് പറഞ്ഞു.
അതുകൂടി എൻ്റെ മുക്കാൽ ജീവിതം പോയി. കാരണം ഇത് ഇനി കിട്ടത്തില്ല. ഇനി ഷർട്ടും കൂടി അഴിച്ച് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു പകുതി ബോധം പോയിട്ട് ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് ഷർട്ടൊക്കെ കഴിച്ചു. അപ്പം തലമുടിക്ക് ഹിപ്പിയാന്ന് വളർത്തി ചെയ്യിക്കുക. അപ്പോൾ ഇതൊക്കെ പിന്നീട് കട്ട് ചെയ്യാന്നുള്ളത് ജീവിതത്തിൽ വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അവരൊക്കെ തന്നെ എന്തൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ ശരി പൊയ്ക്കോ, വൈകുന്നേരം പാരമൗണ്ട് ഹോട്ടലിൽ നിന്ന് കാണുന്ന എന്നെ വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ചെന്നു. സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ, അതൊക്കെ പങ്കെടുക്കുകയോ? ഞാൻ പറഞ്ഞു ഇല്ല, ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ താല്പര്യം എനിക്ക് ഇല്ല. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ റൊമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ അസുഖം ഒന്നാണ്. അപ്പോൾ ഇത് കേട്ടോടി ചേട്ടൻ പെട്ടെന്ന് അങ്ങ് ഒരു സെക്കൻഡ് ഇതായി പോയി, ബ്ലാങ്കായി. അപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചത്, അല്ല ഈ അസുഖത്തിൻ്റെ ഒരു ഗൗരവം എനിക്കറിയാം, കാരണം എൻ്റെ മകൻ ഈ അസുഖം വന്നതാണെന്ന് പറഞ്ഞു. അനന്തരത്മനായിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ പ്രശ്നമുള്ള അസുഖമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ ക്യാരക്ടറിനകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം മനസ്സിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിപ്പം ഈ ക്യാരക്ടർ നിന്നെ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് സിനിമ, പിന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് വെച്ചും ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഹീറോയാണ് വേഷം, ബിഗിനിങ് 20 ക്യാരക്ടറുള്ളതാണ്, ഹെവി ക്യാരക്ടറാണ്. അങ്ങനെ ഒരു സ്ട്രെയിൻ ആയിട്ടുള്ളൊരു വർക്ക് സത്യത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് പകുതിക്ക് എന്തെങ്കിലും ഈ അസുഖം വല്ലതും പിന്നെ ഒരു പ്രശ്നം വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ ഭാവി ആരോഗ്യം ഞങ്ങളുടെ ഇത് അതിനെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. സത്യത്തിൽ മാനസികമായിട്ട് ഒരു പകുതി അത് കേട്ടോടി ഞങ്ങൾ നിരാശരായിട്ട് പോയിട്ട് ബസ് കയറി. അതൊരു വലിയൊരു വിഷമമായിപ്പോയി. അത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു കോൾ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു പ്രൊഡക്ഷൻ ഞങ്ങളുടെ അതിൻ്റെ ആദ്യ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു പിള്ളയാണ് മദ്രാസിൽ. ഈ പിള്ളച്ചേട്ടനാണ് വിളിക്കുന്നത്. പുള്ളി വിളിച്ചിട്ട് അശോകൻ്റെ വീടല്ലേ, ഞാൻ പത്മനാഭ സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്, അത്യാവശ്യം സാറിന് നാളെ തന്നെ തിരുവനന്തപുരം ഹോട്ടൽ അമൃതയല്ല ഇവിടെ അമൃത ഹോട്ടലിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും നമുക്ക് പ്രതീക്ഷയായി. അവിടെ ചെന്ന് പിന്നെ അമൃത ചെന്നപ്പോഴാണ് അപ്പം പത്മനാഭ ചേട്ടനും പ്രേംപ്രകാശ് ചേട്ടൻ മാത്രമേ ഉള്ളപ്പോഴും വിളിച്ചപ്പോൾ ഇപ്പം രണ്ടാമത് വിളിപ്പിച്ചത് ഏതായാലും നിന്നെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് പടത്തിൽ, ഷൂട്ടിംഗ് 1 മാസം തുടങ്ങും. അപ്പോൾ ചോദിച്ചു ക്ലാസ്സൊക്കെ എന്ത് ചെയ്യും കോളേജിൽ, സെക്കൻഡ് ഗ്രൂപ്പല്ലേ? ഞാൻ പറഞ്ഞു അതെ. പ്രാക്ടിക്കലൊക്കെ ഇല്ലേ? ഞാൻ പറഞ്ഞുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? പിന്നെ അപ്പം ഞാൻ പെട്ടെന്ന് അതൊന്നും സാരമില്ല, പഠിക്കലൊന്നും പ്രശ്നമില്ല, നമുക്ക് പിന്നെ എല്ലാം മറന്നുപോയി. പിന്നെ അങ്ങനെ അവിടുന്ന് വളരെ സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിനി സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം, പരിപാടി അമ്പലത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ചേട്ടൻ ഏതായാലും ഈ പരിപാടിയിൽ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും അശോകൻ കൂടുതൽ ഉയരത്തിലെത്തട്ടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.